ഹലോ ഗൈസ്, ഞാൻ നിൽക്കുന്നതേ എൻ്റെ പറമ്പിലാണേ. ഇത് കണ്ടോണേ, ഞാൻ നല്ല ചെറുപ്പത്തിലേ ഞങ്ങൾ ഒരു സൈസ് പഴം ഉണ്ടായിരുന്നു, കാട്ടിലൊക്കെ ഉണ്ടാണ് ഒരു കുരങ്ങും ചുണ്ണിപ്പഴം എന്ന് പറയും. അപ്പോൾ അത് ഞങ്ങളിങ്ങനെ ഒരു 10-40 വർഷങ്ങൾക്ക് മുമ്പ് നല്ല ചെറുപ്പത്തിൽ ഞങ്ങൾ ഈ പറമ്പിൽ കൂടെ മേട്ടിലും കാട്ടിലൊക്കെ ഇങ്ങനെ ഇതിലൂടെയൊക്കെ ഇങ്ങനെ കയറി നടക്കും. കാന വഴിയിലൊക്കെ നടക്കുന്ന സമയത്ത് അവിടെ ഈ കാനക്കകത്ത് വള്ളിയായിട്ട് ഇങ്ങനെ മുള്ളുമൊക്കെ ആയിട്ട് പടർന്ന് കിടക്കും. കുരങ്ങും ചുണ്ണിപ്പഴം എന്ന് പറയും. അന്ന് കുരങ്ങും ചുണ്ണിപ്പഴം എന്നാണ് അതിൻ്റെ പേര്. അപ്പം അതിന് ശേഷം ഒരു 40 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും. പിന്നീട് ഈ വള്ളി മാത്രം കാണാം, കാണാറില്ല. അപ്പം ഞാൻ ഓർത്ത്, ദൈവമേ ഇത് അന്യം നിന്നു പോയോ, ഇനി ഇത് ഉണ്ടാകുകയല്ലേ എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചു. പക്ഷേ ഇന്ന് എൻ്റെ പറമ്പിൽ കൂടെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ കൊളുന്തൊക്കെ നോക്കി കുറച്ച് മുളകൊക്കെ പറിച്ചിങ്ങനെ വന്നപ്പോൾ നമ്മുടെ പറമ്പിൻ്റെ ഒരു അതിരിലാണ് ഈ വള്ളി. എപ്പോഴും ഞാൻ ഈ കാട് കാണും, പക്ഷേ അതിൽ പഴം കാണാറില്ല. ഇന്ന് ഞാൻ നോക്കിയപ്പോൾ ഇത് കണ്ട ഗൈസ്, ഞാൻ അന്യം നിന്ന് പോയെന്ന് വിചാരിച്ചാൽ അതിൽ 2 കായ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ പിഞ്ചാണേ. ഇത് നല്ലൊരു വലിപ്പം വെക്കും, നല്ല വെച്ചാൽ ഒരു തള്ളവിരലിനെക്കാട്ടിലും വലിപ്പം വെക്കും. ഇത് മൂത്ത് കഴിയുമ്പോൾ നല്ല ചുമന്ന് നല്ല ചുവയിരിക്കും, നല്ല പുളിയും ചെറുമധുരവും. പക്ഷേ പണ്ടൊക്കെ ഞങ്ങൾ പറിച്ച അച്ചാറൊക്കെ ഇടുമായിരുന്നു. എന്തായാലും ഭയങ്കര സന്തോഷം, ചെറുപ്പകാലത്ത് ആ ഓർമ്മകൾ നമുക്ക് പോന്നു. അതുപോലെ തന്നെ കാട്ടിക്കൂടെയെല്ലാം ഞങ്ങൾ നടന്ന് എന്താ പറയുക, ചിറ്റിന്ത് പഴം, ഈന്തും പഴം, കൊട്ടിലാമ്പഴം, പേരയ്ക്കാപ്പഴം, അതുപോലെ തന്നെ ഇത് കുരങ്ങും ചുണ്ണിപ്പഴം, ഇങ്ങനെ കുറേ പഴങ്ങൾ. അപ്പോൾ ഇപ്പം അത് കണ്ടു കേട്ടോ. ഇനി ഞാനത് മൂത്ത് പഴുത്തിട്ട് ഞാൻ പറിക്കുള്ളൂ. അപ്പോൾ ഞാനൊക്കെ വീഡിയോ കാണിക്കാം. ഓക്കെ, അപ്പം ടാറ്റാ, ബൈ ബൈ.